ശക്തി ആരാധനയാണ് നവരാത്രി ആഘോഷത്തിൻ്റെ അടിസ്ഥാന തത്വം. ദേവി ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി നവരാത്രി പൂജയെപ്പറ്റി ജനമേജയനോട് പറയുന്നുണ്ട്. നവരാത്രി വേളയിൽ വ്രതമനുഷ്ഠിച്ച് ജനങ്ങൾ കുമാരിമാരെ ആരാധിക്കണമെന്ന് അദ്ദേഹം അനുശാസിക്കുന്നു. അങ്ങനെ ചെയ്താൽ ലഭിക്കുന്ന ഫലത്തെപ്പറ്റി വ്യാസമഹർഷി ദേവി ഭാഗവതത്തിലും വ്യക്തമാക്കുന്നുണ്ട്. ആശ്വിന മാസത്തിലെ ശുക്ലപക്ഷ പ്രതിപദത്തിൽ 2 വയസ്സ് തികഞ്ഞ പെൺകുട്ടിയെ കുമാരി എന്ന പേരിൽ ആരാധിക്കണം. കുമാരി പൂജ ചെയ്താൽ ദാരിദ്ര്യവും ദുഃഖവും ഇല്ലാതായി ആയുസ്സും ശക്തിയും ധനവും ഉണ്ടാകുന്നു. 2ാമത്തെ ദിവസം 3 വയസ്സ് പ്രായമായ പെൺകുട്ടിയെ ത്രിമൂർത്തി എന്ന പേരിൽ പൂജ ചെയ്യേണ്ടതാണ്. എന്നാൽ ധർമാർത്ഥ കാമഫലങ്ങളും സന്താനലാഭവും ഉണ്ടാകും. 4 വയസ്സ് തികഞ്ഞവളെ കല്യാണി എന്ന പേരിൽ 3ാമത്തെ ദിവസം പൂജിക്കണം. വിദ്യാധനത്തിനും വിജയത്തിനും സുഖത്തിനും കല്യാണി പൂജ ഉത്തമമാണ്. 4ാം ദിവസത്തിൽ രോഗശാന്തിക്കായി 5 വയസ്സ് കഴിഞ്ഞ രോഹിണി എന്ന ബാലികയെ പൂജ ചെയ്യേണ്ടതാണ്. കാളിക എന്ന പേരിൽ 6 വയസ്സ് പൂർത്തിയായ പെൺകുട്ടിയെ 5ാം ദിവസം ആരാധിച്ചാൽ ശത്രുനാശമുണ്ടാകും. 7 വയസ്സ് തികഞ്ഞ ചണ്ഡിക എന്ന കന്യകയെ ഷഷ്ഠി ദിവസം ആരാധിച്ച് ഐശ്വര്യത്തെ പ്രാപിക്കുവാൻ വ്യാസൻ ഉപദേശിക്കുന്നു. 8 വയസ്സ് തികഞ്ഞ പെൺകുട്ടിയെ ശാംഭവി എന്നാണ് വിളിക്കേണ്ടത്. ആ കുട്ടിയെ സപ്തമി ദിവസം ജീവിത വിജയത്തിനു വേണ്ടി ആരാധിക്കണം. ദുർഗ എന്നറിയപ്പെടുന്ന 9 വയസ്സായ കന്യകയെ അഷ്ടമി ദിവസം ആരാധിച്ചാൽ ശത്രുനാശവും പരലോക സുഖവും ഉണ്ടാകും. 9ാം ദിവസം 10 വയസ്സായ സുഭദ്ര എന്ന പേരിൽ കന്യകയെ ആരാധിച്ചാൽ സർവ അഭീഷ്ടങ്ങളും ലഭിക്കുമെന്ന് പറയുന്നു. വർഷം തോറും ആചരിച്ചു വരുന്ന നവരാത്രിയുടെ സന്ദേശം സ്ത്രീയെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, ആരാധിക്കുക എന്നതാണ്. സ്ത്രീ പീഡിപ്പിക്കപ്പെടേണ്ടവളല്ല, മറിച്ച് ആരാധിക്കപ്പെടേണ്ടവളാണെന്ന് നവരാത്രി ദിവസങ്ങളിലെ കുമാരി പൂജയിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ആദിപരാശക്തിയുടെ ഭാവാവിഷ്കാരമാണ് ദശമഹാവിദ്യകൾ. ജ്ഞാനസ്വരൂപിണികളായ ദശമാതൃക്കളുടെ നിത്യവിസ്മയമായ മഹാവിഭൂതികളെപ്പറ്റി നവരാത്രി ആചരണവേളയിൽ സ്മരിക്കുന്നത് പുണ്യമാണ്. ഭൈരവി, ഭുവനേശ്വരി, താര, ചിന്നമസ്ത, ധൂമാവതി, മാതംഗി, ബഹളാമുഖി, ലളിത, കാളി, കമലാത്മിക എന്നീ ജ്ഞാനശക്തി സ്വരൂപിണികളാണ് ദശമഹാവിദ്യകൾ. ചിതഗ്നിയായ ഭൈരവി ദുഷ്ടരെ ഭയപ്പെടുത്തുന്നവളാണ്. പരമാത്മ ചൈതന്യത്തിൻ്റെ ദിവ്യ തേജസ്സിനെ വഹിക്കുന്നവളാണ് ഭൈരവി. എല്ലാ പരിമിതികളെയും അഹങ്കാരത്തിൽ നിന്ന് സംജാതമാകുന്ന സ്വാർത്ഥബോധത്തെയും അതിലംഘിച്ചുകൊണ്ട് വിശ്വചക്രവാളം വരെ മിന്നിത്തിളങ്ങുന്ന ചൈതന്യമാണിത്. മിന്നൽ പിണർ പോലെ ഭയാനകവുമാണ്. പരാശക്തിയുടെ കോപഭാവത്തെയാണ് ഭൈരവി പ്രതിനിധാനം ചെയ്യുന്നത്. ആത്മീയ വികാസത്തെ തടസ്സപ്പെടുത്തുന്ന വിപരീത ശക്തികളെ നിർഭയം നിരോധിക്കുന്ന ശക്തി കൂടിയാണ് ഭൈരവി. ദേവി മഹാത്മ്യത്തിലെ മഹിഷാസുരമർദിനിയായ ദുർഗ ഭൈരവിയാണ്. ദുരിതത്തെയും രോഗത്തെയും അന്ധകാരത്തെയും ഭൈരവി നിർമാർജനം ചെയ്യുന്നു. തപസ്സിൻ്റെ മാതാവാണ് ഭൈരവി. അവർ പഞ്ചേന്ദ്രിയങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കുന്നു. വ്രതം, ധ്യാനം, തീർത്ഥയാത്ര, ബ്രഹ്മചര്യം തുടങ്ങിയ ജീവിതചര്യകളെ നിർവിഘ്നം നടത്താൻ ഭൈരവി തൻ്റെ ഉപാസകരെ സഹായിക്കുന്നു. മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തിലെ മൂലാധാര ചക്രത്തിൽ ഭൈരവി അധിവസിക്കുന്നു. 3 കണ്ണുകളോടുകൂടിയ ഭൈരവി ചുവന്ന വസ്ത്രം ധരിച്ച് ചുവന്ന താമരയിൽ മന്ദഹാസത്തോടെ ഇരിക്കുന്നു. തൻ്റെ 2 കൈകളിൽ ജപമാലയും ഗ്രന്ഥവും പിടിച്ചിട്ടുണ്ട്. മറ്റേ 2 കൈകൾ കൊണ്ട് വരദമുദ്രയെയും അഭയമുദ്രയെയും കാണിക്കുന്നു. ഭൈരവിയുടെ നാഥൻ ഭൈരവനായ ശിവനാണ്. ലോകമാത ഭുവനേശ്വരി. ഭുവനേശ്വരിയുടെ ശരീരമാണ് സകല ലോകങ്ങളും.
എല്ലാ ചരാചരങ്ങളും ദേവിയുടെ ആടയാഭരണങ്ങളാണ്. ആകാശത്തിൻ്റെ അധിദേവതയും പ്രകാശത്തിൻ്റെ സ്രോതസ്സുമായതുകൊണ്ട് എല്ലാ പദാർത്ഥങ്ങൾക്കും ചലിക്കുവാനുള്ള ഇടം ദേവി നൽകുന്നു. ഭക്തന്മാരിൽ വിശാല വീക്ഷണമുണ്ടാകുവാൻ ഭുവന നായിക അനുഗ്രഹിക്കുന്നു. ദേവിയുടെ സാന്നിധ്യത്തിൽ സ്നേഹവും അനുകമ്പയും സ്വാതന്ത്ര്യബോധവും അവരിൽ ഉണ്ടാകുന്നു. മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ അനാഹത ചക്രത്തിൽ ദേവി അധിവസിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയസ്ഥാനമാണത്. ഭുവനേശ്വരിയുടെ ഉപാസകന്മാരുടെ ഉള്ളിലെ എല്ലാ വികാരങ്ങളും ഒന്നിച്ചു ചേർന്ന പ്രേമവികാരമായി മാറുന്നു. ഭുവനേശ്വരി വിക്ഷേപാവരണ ശക്തിയായ മായയാണ്. ആധ്യാത്മിക സാധനയിലൂടെ മാത്രമേ ദേവിയുടെ ദിവ്യമായ സൂക്ഷ്മ ചൈതന്യം ദൃശ്യമാവുകയുള്ളൂ. ഉദയസൂര്യൻ്റെ നിറമുള്ള ദേവി സമൃദ്ധമായ തൻ്റെ തലമുടിയിൽ ചന്ദ്രകല ധരിച്ചിരിക്കുന്നു. ത്രിലോചനയായ ദേവിയുടെ 2 കൈകളിൽ പാശവും തോട്ടിയും പിടിച്ചിരിക്കുന്നു. മറ്റു 2 കൈകളെ കൊണ്ട് അഭയമുദ്രയും വരമുദ്രയും കാണിക്കുന്നു. ശിവന്റെ പഞ്ചഭാവങ്ങളടങ്ങിയ ആട്ടുകട്ടിലിൽ ആസനസ്ഥയായി ലോകചലനങ്ങളെ ഭുവനേശ്വരി സശ്രദ്ധം നിരീക്ഷിക്കുന്നു. ചില നേരങ്ങളിൽ നടരാജനായ ശിവനോടൊപ്പം ദേവി മനോഹരമായി ലാസ്യനൃത്തം ചെയ്യുന്നു. കാരുണ്യമയി താര. താര തരണം ചെയ്യിക്കുന്നവളാണ്. ജീവിത സാഗരത്തിൽ നിന്ന് മനുഷ്യരെ തരണം ചെയ്യാൻ സഹായിക്കുന്ന വാത്സല്യനിധിയായ മാതാവാണ് താര. താരക മന്ത്രമായ ഓങ്കാരത്തെ താരാദേവി പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദേവിയുടെ ഉപാസകന്മാരെ സാഹിത്യരചനകളിൽ പ്രശസ്തരാക്കി തീർക്കുന്നു. ചൈനയിലെ ബുദ്ധമത വിശ്വാസികളുടെ ഇടയിൽ ക്വാൻ യിൻ എന്ന പേരിൽ താര ആരാധ്യയാണ്. താരയുടെ ഉഗ്രഭാവം നീലസരസ്വതി അഥവാ ഉഗ്രതാര എന്ന പേരിൽ പുരാണങ്ങളിൽ പ്രസിദ്ധമാണ്. വാക്കുകളെ ശക്തമായി പ്രയോഗിക്കുവാനും വാദപ്രതിവാദങ്ങളിൽ വിജയിക്കുവാനും നീലസരസ്വതി ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നു. സൂക്ഷ്മ ശരീരത്തിലെ മണിപൂരക ചക്രത്തിൽ താര വസിക്കുന്നു. വാക്പ്രവാഹത്തിൻ്റെ 2ാം ഘട്ടമായ പശ്യന്തിയുടെ ദേവത കൂടിയാണ് താര. കൂടാതെ ശബ്ദത്തെ ആജ്ഞാചക്രത്തിലേക്ക് നയിക്കുന്നതും ദേവിയാണ്. ജട പിടിച്ച തലമുടിയോടുകൂടി കറുത്ത നിറമുള്ള താരാദേവി കപാലമാലയും നാഗമാലയും കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു. തൻ്റെ 4 കൈകളിലായി ഖഡ്ഗം, കത്രിക, കപാലം, താമര എന്നിവ പിടിച്ചിരിക്കുന്നു. അതീന്ദ്രിയാവസ്ഥയിൽ വെളുത്ത നിറവും അതായത് ഗൗരിയും, സൃഷ്ടികർമ്മം നടത്തുമ്പോൾ കറുപ്പ് നിറവും, ബാഹ്യലോകത്ത് പ്രവർത്തിക്കുമ്പോൾ വിവിധ നിറങ്ങളോടുകൂടിയും താരയെ താന്ത്രിക ഗ്രന്ഥങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നു. ബ്രഹ്മവിദ്യയായ ചിന്നമസ്ത. ചിന്നമസ്ത തലയില്ലാത്തവളാണ്. കണ്ണുകൾ കൊണ്ട് സ്വന്തം തല എപ്പോഴും കാണാൻ സാധിക്കുകയില്ലല്ലോ. തലയുണ്ടെന്ന ബോധം പലപ്പോഴും മനുഷ്യർക്ക് ഉണ്ടാവുകയില്ല. യോഗശാസ്ത്രപ്രകാരം തലയില്ലാത്ത അവസ്ഥയാണ് മനുഷ്യൻ്റെ സൂക്ഷ്മരൂപം. താൻ ശരീരമാണെന്ന ബോധം നശിക്കുമ്പോൾ അവയവങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അതുപോലെ ആത്മാവ് മനസ്സോ ബുദ്ധിയോ അല്ലെന്ന് ബോധ്യപ്പെടുമ്പോൾ അവ ഉൾക്കൊള്ളുന്ന തലയുടെ പ്രസക്തി നഷ്ടപ്പെടുന്നു. അദ്വൈത വേദാന്തത്തിൻ്റെ പൊരുളും അതുതന്നെയാണ്. ദ്വൈതചിന്ത പ്രവഹിക്കുന്ന മനസ്സിനെ മനുഷ്യൻ ത്യാഗം ചെയ്താൽ തല നഷ്ടപ്പെട്ട മനുഷ്യരൂപത്തെയാണ് വിഭാവനം ചെയ്യാൻ സാധിക്കുക. ആധ്യാത്മിക തലത്തിൽ ജീവമുക്താവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന ബ്രഹ്മവിദ്യയാണ് ഛിന്നമസ്ത. സൂക്ഷ്മ ശരീരത്തിലെ ആജ്ഞാചക്രത്തിൽ ദേവി വസിക്കുന്നു. സൂക്ഷ്മനാഠിയിലൂടെ കുണ്ടലിനി ശക്തിയെ മേൽപോട്ട് നയിക്കുന്നതുകൊണ്ട് ഛിന്നമസ്തയെ പ്രചണ്ഡ ചണ്ഡികയെന്ന് വിളിക്കുന്നു. ബുദ്ധമതത്തിലെ താന്ത്രിക പാരമ്പര്യത്തിൽ വജ്രയോഗിനി എന്ന പേരിലാണ് ദേവി അറിയപ്പെട്ടു വരുന്നത്. ഛേദിച്ച തൻ്റെ തല കയ്യിൽ പിടിച്ച് മറ്റേ കയ്യിൽ ഛേദിക്കാൻ ഉപയോഗിച്ച വാളും ദേവി പിടിച്ചിരിക്കുന്നു. കപാലമാലയും നാഗമാലയും കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു. സന്തത സഹചാരികളായ ഡാകിനിയോടും വർണ്ണിനിയോടും കൂടി ദേവി കാമദേവന്റെ ശരീരത്തിൽ നൃത്തം ചവിട്ടുന്നു.
ആവരണശക്തിയായ ധൂമാവതി. വിധവയായ വൃദ്ധയുടെ രൂപത്തിലാണ് ധൂമാവതിയെ തന്ത്രശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ആത്യന്തികമായ അവസ്ഥ ബോധ്യപ്പെട്ട മുത്തശ്ശിയുടെ രൂപമാണ് ധൂമാവതിക്ക്. ധൂപം എന്ന വാക്കിനർത്ഥം പുക, മൂടൽമഞ്ഞ് എന്നിവയാണ്. അവ മറയ്ക്കപ്പെടുന്നവയാണ്. സത്യത്തെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കാത്തത് മായയുടെ സാന്നിധ്യം കൊണ്ടാണ്. ധൂമാവതി മായയുടെ ആവരണ ശക്തിയാണ്. പുക അഗ്നിയുടെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ദ്രിയസുഖത്തിൻ്റെ വ്യർത്ഥത മനസ്സിലാക്കിക്കൊടുത്ത് അതീന്ദ്രിയമായ അനുഭൂതിക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ ഭക്തന്മാരെ ധൂമാവതി പ്രേരിപ്പിക്കുന്നു. ലൗകിക തലത്തിൽ ധൂമാവതി നിരാശ, ദുഃഖം, പരാജയം, നഷ്ടം, ഏകാന്തത തുടങ്ങിയ പ്രതികൂലമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. സാധാരണ ജനങ്ങൾ ഇവ മൂലം കൂടുതൽ പ്രതികൂലമായ അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ യോഗികൾ അവയ്ക്കെതിരെ ശക്തമായി പൊരുതി ജീവിത ലക്ഷ്യം നേടുന്നു. കാക്കയുടെ ചിഹ്നമുള്ള രഥത്തിൽ ഒരു കൈയിൽ മുറത്തെയും മറ്റേ കൈകൊണ്ട് ചിന്മുദ്രയും കാണിച്ച് ധൂമാവതി സഞ്ചരിക്കുന്നു. ഭൗതിക ജീവിതത്തിൻ്റെ പകിട്ടിൽ ഭ്രമിക്കുന്നവരെ ഭയപ്പെടുത്തി ആത്മീയ മാർഗത്തിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന സന്ദേശമാണ് ദേവിയുടെ ധ്യാനരൂപം നൽകുന്നത്. വിഘ്നേശ്വരിയായ മാതംഗി. മനസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ശക്തിയാണ് മാതംഗി. ശ്രവണത്തെയും ശ്രവണശക്തിയെയും മാതംഗി പ്രതിനിധാനം ചെയ്യുന്നു. മാതംഗിയെ സരസ്വതീ ദേവിയുടെ ഭാവമായി പുരാണങ്ങളിൽ പറയുന്നു. ഗാനത്തിൻ്റെ മൂർത്തിയായിട്ടാണ് മാതംഗിയെ ശ്യാമളാദണ്ഡകത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശബ്ദപ്രകമ്പനമായ നാദം സൂക്ഷ്മനാഡികളിലൂടെ മനുഷ്യ ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മാതംഗിയുടെ അനുഗ്രഹം കൊണ്ടാണ്. വിഘ്നേശ്വരിയായും മാതംഗിയെ ആരാധിക്കുന്നു. മാതംഗി എന്ന വാക്കിൻ്റെ അർത്ഥം പിടിയാന എന്നാണ്. അതുകൊണ്ട് തന്നെ ഗണപതിയുടെ പത്നിയായും ദേവിയെ അറിയപ്പെട്ടു വരുന്നു. മാതംഗി മന്ത്രിണി എന്ന പേരിലും വിഖ്യാതയാണ്. എല്ലാ മന്ത്രങ്ങളുടെയും ചൈതന്യവും മാതംഗിയിലാണ്. കലാദേവതയാണ് മാതംഗി. സന്തോഷം മാതംഗിയുടെ മറ്റൊരു ഭാവമാണ്. മാതംഗി സൂക്ഷ്മ ശരീരത്തിലെ വിശുദ്ധി ചക്രത്തിൽ വസിക്കുന്നു. സൂക്ഷ്മ ശരീരത്തിലെ ആജ്ഞാചക്രത്തിൽ നിന്നും നാവിൻ്റെ അറ്റം വരെ പോകുന്ന സരസ്വതീ നാഠിയുമായി മാതംഗിക്ക് ബന്ധമുണ്ട്. ശ്യാമളാദണ്ഡകത്തിൽ മാതംഗിയുടെ ധ്യാനരൂപത്തെ വിവരിച്ചിട്ടുണ്ട്. കരിമ്പിമ്പില്, പുഷ്പശരങ്ങൾ, പാശം, തോട്ടി എന്നിവ 4 കൈകളിൽ പിടിച്ച് ചുവന്ന കുങ്കുമം നെറ്റിയിൽ ധരിച്ച് ചന്ദ്രക്കല തലമുടിയിൽ അണിഞ്ഞ് രത്നസിംഹാസനത്തിൽ ആസനസ്ഥയായ മാതംഗിയുടെ രൂപം മനോഹരമാണ്. മാണിക്യക്കല്ല് പതിച്ച വീണ വായിച്ചു കൊണ്ടിരിക്കുന്ന ദേവിയുടെ രൂപത്തെപ്പറ്റിയും അതിൽ പരാമർശിക്കുന്നുണ്ട്. വിശ്വമോഹിനിയായ ബഹളാമുഖി. ആരെയും വശീകരിച്ച് കീഴടക്കാൻ പര്യാപ്തമായ മുഖത്തോടു കൂടിയവളാണ് ബഹളാമുഖി. സൗന്ദര്യ പദാർത്ഥങ്ങളെ കാണുമ്പോൾ മനസ്സ് നിശ്ചലമാകുന്ന അവസ്ഥ സാധാരണമാണ്. ബഹളാമുഖി തൻ്റെ സൗന്ദര്യത്താൽ പ്രപഞ്ചത്തെ സ്തംഭിപ്പിക്കുന്നു. തൻ്റെ ലാവണ്യം കൊണ്ടും ചിന്താശക്തി കൊണ്ടും പ്രാണശക്തി കൊണ്ടും ബഹളാമുഖി പ്രതികൂല ശക്തികളെ നേരിടുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളുടെയും നിയന്ത്രണവും ബഹളാമുഖിയിൽ നിക്ഷിപ്തമാണ്. ദേവി ഓരോ പദാർത്ഥത്തെയും അതിൻ്റെ വിപരീത അവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. വിജയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പരാജയത്തെയും മരണത്തിൽ മറഞ്ഞു നിൽക്കുന്ന ജീവിതത്തെയും സന്തോഷത്തിൽ അടങ്ങിയ ദുഃഖത്തെയും ദേവി ഉപാസകന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നു. യോഗവിദ്യയുടെ ദേവതയാണ് ബഹളാമുഖി. ദേവിയുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പ്രയോഗിക്കരുത്. മഞ്ഞ നിറവും മഞ്ഞപ്പൂക്കളും ഇഷ്ടപ്പെടുന്ന ബഹളാമുഖി പ്രതിയോഗിയുടെ നാവ് വലിച്ചു പിടിച്ച് ഗത കൊണ്ട് മർദ്ദിക്കാൻ ഭാവിക്കുന്ന രൂപത്തിലാണ് തന്ത്രഗ്രന്ഥങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. മഞ്ഞ നിറം ജ്ഞാന തേജസ്സിനെയും പ്രതിയോഗി അഹങ്കാരത്തെയും, അവൻ്റെ നാവ് പരദൂഷണം, പാപവാക്കുകൾ എന്നിവയെയും ഗത ബുദ്ധിയെയും പ്രതിനിധാനം ചെയ്യുന്നു. ലളിത ത്രിപുര സുന്ദരി. അതിനൂതനവും ശാശ്വതവുമായ സൗന്ദര്യത്തെ
ലളിത പ്രതിനിധാനം ചെയ്യുന്നു. ശുദ്ധബോധത്തിൽ നിന്നാണ് യഥാർത്ഥ സൗന്ദര്യം ആവിർഭവിക്കുന്നത്. വേദവിജ്ഞാനത്തിൻ്റെ അതിദേവതയാണ് ലളിത. അതുകൊണ്ട് തന്നെ യോഗികളുടെയും ഗുരുനാഥന്മാരുടെയും ഇഷ്ടദേവതയാണ് ലളിത. മനുഷ്യൻ്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളുടെ നാഥയായതുകൊണ്ട് ദേവിയെ ത്രിപുരസുന്ദരി എന്ന് വിളിക്കുന്നു. മാത്രമല്ല, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്നീ 3 അവസ്ഥകളുടെ അതിദേവതയും കൂടിയാണ് ത്രിപുരസുന്ദരി. ശ്രീചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ ലളിത വിശ്വചൈതന്യത്തെ തന്നിലേക്ക് ആവാഹിച്ചിരിക്കുന്നു. ദേവിയുടെ ലീലയാണ് പ്രപഞ്ച പ്രതിഭാസങ്ങൾ. ലോകത്തിൻ്റെ പരമാധികാരി എന്ന നിലയിൽ ദേവിക്ക് രാജരാജേശ്വരി എന്ന പേര് കൂടിയുണ്ട്. ചുവന്ന നിറത്തോടു കൂടിയ മനോഹരിയായ യുവതിയായിട്ടാണ് തന്ത്രശാസ്ത്രങ്ങളിൽ ദേവിയെ വർണ്ണിച്ചിട്ടുള്ളത്. തൻ്റെ 4 കൈകളിലായി ദേവി കരിമ്പിൻ്റെ വില്ലും അമ്പും തോട്ടിയും കയറും താമരപ്പൂവും പിടിച്ചിരിക്കുന്നു. ഇടത്തേക്കാൽ വജ്ര നിർമ്മിതമായ പീഠത്തിൽ ചവിട്ടിയിരിക്കുന്നു. ലളിതാദേവിയുടെ ഉപാസകരായ അഗസ്ത്യ മഹർഷിക്ക് ദേവിയുടെ നാമസഹസ്രങ്ങൾ ഹയഗ്രീവ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന ഭാഗം ബ്രഹ്മാണ്ഡ പുരാണത്തിലുണ്ട്. കാലസ്വരൂപിണി കാളി. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് അനന്തമായ കാലമാണ്. കാലപ്രവാഹത്തിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ സമയബദ്ധമായി നടക്കുന്നു. കാളി കാലത്തിൻ്റെ അതിദേവതയാണ്. മഹാകാലൻ്റെ പത്നിയായ കാളി ഉഗ്രസാമ്യ ഭാവങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ ഭരിക്കുന്നു. ജീവശക്തി രക്തത്തിൻ്റെ രൂപത്തിൽ ജീവജാലങ്ങളിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കാളി രക്തീശ്വരി എന്ന പേരിലും അറിയപ്പെടുന്നു. കാളി ക്രിയാശക്തിയാണ്. ദേവീ ഭാഗവതത്തിൽ അസുരന്മാരായ ശുംഭനിശുംഭന്മാരെയും ചണ്ഡമുണ്ഡന്മാരെയും രക്തബീജനെയും ധൂമ്രലോചനെയും കാളി നിഗ്രഹിച്ച കഥ വിവരിച്ചിട്ടുണ്ട്. തൻ്റെ ഇടത്തെ 2 കൈകളിലായി ശത്രുവിൻ്റെ തലയും വാളും പിടിച്ച് വലത്തെ കൈകൾ കൊണ്ട് അഭയമുദ്രയെയും വരദമുദ്രയെയും കാണിച്ച് കപാലമാലയണിഞ്ഞ് രൗദ്രഭാവത്തിൽ നിൽക്കുന്ന കാളിയുടെ രൂപം ഒരേ സമയം ഭയവും ആശ്വാസവും ഉളവാക്കുന്നു. കാളിയുടെ കറുപ്പ് നിറം അനന്തമായ അന്തരീക്ഷത്തെയും സമയത്തെയും സൂചിപ്പിക്കുന്നു. കപാലമാല എല്ലാ ജീവികളുടെയും ജീവൻ മരണാവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നു. പത്മപ്രിയ അഥവാ കമലാത്മിക. താമരയുടെ പ്രതിരൂപമാണ് കമലാത്മികം. പ്രപഞ്ചത്തിൻ്റെ വികാസ പരിണാമത്തെയാണ് കമലാത്മിക പ്രതിനിധാനം ചെയ്യുന്നത്. മഹാവിഷ്ണുവിൻ്റെ പത്നിയായ മഹാലക്ഷ്മിയുടെ മറ്റൊരു ഭാവമാണ് കമലാത്മിക. ആധ്യാത്മിക സമ്പത്തും ഭൗതിക സമ്പത്തും ദേവി തൻ്റെ ഭക്തന്മാർക്ക് നൽകുന്നു. അതേസമയം സമ്പന്നതയുടെ ലക്ഷണം ത്യാഗമാണെന്ന് ദേവി നിരന്തരം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ആരാധനയുടെ ആരംഭവും അവസാനവും കമലാത്മികയിൽ തന്നെയാണ്. ദേവിയോട് ആദ്യം സന്തുഷ്ട ജീവിതം നൽകാൻ അപേക്ഷിക്കുകയും ഒടുവിൽ ആത്യന്തികമായ സച്ചിദാനന്ദാവസ്ഥയെ നൽകുവാൻ പ്രാർത്ഥിക്കുകയും വേണം. കമലാത്മിക സൂക്ഷ്മ ശരീരത്തിലെ അനാഹത ചക്രത്തിൽ അധിവസിക്കുന്നു. ബാഹ്യ സൗന്ദര്യത്തെക്കാളും പ്രധാനം ആന്തരിക സൗന്ദര്യമാണെന്ന് ദേവി വ്യക്തമാക്കുന്നു. താമരയിൽ ആസനസ്ഥയായ സ്വർണ്ണ നിറമുള്ള കമലാത്മികയ്ക്ക് 4 കൈകളുണ്ട്. 2 കൈകളിൽ താമരയും മറ്റ് 2 കൈകൾ കൊണ്ട് അഭയമുദ്രയെയും വരദമുദ്രയെയും കാണിക്കുന്നു. 2 ആനകൾ ദേവിയുടെ 2 ഭാഗത്തു നിന്നും ജലാഭിഷേകം നടത്തുന്നു. വിദ്യാധനത്തിനും സമ്പത്തിനും കലയ്ക്കും വേണ്ടി കമലാത്മികയെയാണ് ഉപാസിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഇതിന്മേലുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതിൽ കാണുന്നത് എൻ്റെ ടെലിഗ്രാം വാട്സപ്പ് നമ്പറാണ്. ഇത് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത്. ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ യഥാസമയം ഒരു മറുപടി നൽകുവാനോ സാധിച്ചു എന്ന് വരില്ല. സദയം കാര്യങ്ങൾ മനസ്സിലാക്കുക. മറ്റൊരു വ്ളോഗിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം.
നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം RJ അയ്യർ.